വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സീരീസ് സർക്യൂട്ടും പാരലൽ ഇലക്ട്രിക് സർക്യൂട്ടും ആണ്. അത് നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ കമ്പോണൻസിനെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിലാണ് ഇലക്ട്രിക് സർക്യൂട്ട്സിനെ നമ്മൾ സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോണൻസ് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിലെ എലമെന്റ്സ് ചെയിൻ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റെസിസ്റ്റർ ഇങ്ങനെ, ഇൻഡക്ടർ ഇങ്ങനെ, കപ്പാസിറ്റർ ഇങ്ങനെ, ഇൻഡക്ടർ ഇങ്ങനെ, ഈ ഒരു കണക്കിനായിരിക്കും കമ്പോണൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പാരലൽ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ സർക്യൂട്ടിലെ ആ ഒരു കമ്പോണൻസ് ഒരു രണ്ട് കോമൺ പോയിന്റ്സിന് ഇടയ്ക്കായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റെസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം, ബിറ്റ്വീൻ ടു കോമൺ പോയിന്റ്സ്. അപ്പൊ സീരീസ് സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടും പാരലൽ സർക്യൂട്ട് കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത് നോർമലി. ഇനി ഫസ്റ്റ് നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാരലൽ സർക്യൂട്ട് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് പാരലൽ സർക്യൂട്ട് ആയിരിക്കും കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൂടിയുള്ള ടോട്ടൽ കറണ്ടിനെ ഓരോ ബ്രാഞ്ചിലും എന്താണ് ഡിവൈഡ് ആക്കി ഓരോ കറണ്ട് ആയിട്ടാണ് ഓരോ ബ്രാഞ്ചിലും കൂടി ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതൊരു കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആണ്. ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഈ I നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ട് സർക്യൂട്ടില്. അപ്പൊ ഓരോ ബ്രാഞ്ചിൽ കൂടി ഓരോ കറണ്ട്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഈ ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I1. ദെൻ സെക്കൻഡ് ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. ഓക്കെ, അത് രണ്ടും പാരലൽ ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് R1 ഉം സെക്കൻഡ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് എന്താണ്? R2 ഉം ആണ്. ഇനി ഇവിടെയുള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും, and is equal to വോൾട്ടേജ് ഡ്രോപ്പ് V. നമ്മൾ ആ ഒരു കറണ്ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓംസ് ലോ അനുസരിച്ചിട്ട് നമുക്കറിയാം I equal to V by R എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ I1 equal to V by R1 ഉം I2 equal to V by R2 ഉം. വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ട് കറണ്ടിന്റെ കേസിലും ഇവിടെ V എടുത്തിരിക്കുന്നത്. ഇനി R നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ R equal to R1 R2 by R1 plus R2 ആയിരിക്കും. അത് പാരലൽ ആയിട്ടാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, I equal to V by R എന്ന് എഴുതാം, അല്ലെങ്കിൽ V into ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ R1 plus R2 by R1 R2 എന്ന് വരും. ഇനി നമുക്കറിയാം വോൾട്ടേജ് അക്രോസ് ആ ഒരു രണ്ട് റെസിസ്റ്റൻസും സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ V equal to I1 R1 equal to I2 R2 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇക്വേഷൻ 2ഉം 3ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ I equal to നമുക്ക് എങ്ങനെ എഴുതാം? I1 R1 into R1 plus R2 by R1 R2, അല്ലെങ്കിൽ I equal to I1 into R1 plus R2 by R2 എന്ന് എഴുതാം. or finally നമുക്ക് കറണ്ട് I1 എങ്ങനെ എഴുതാം? I1 equal to I R2 by R1 plus R2 എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ സിമിലർലി നമുക്ക് I2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് എഴുതുക? I equal to I2 R2 into R1 plus R2 by R1 R2, അല്ലെങ്കിൽ I2 ന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്യാം, I into R1 divided by R1 plus R2 എന്നാണ് I2 ന്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കറണ്ട് I1 ന്റെയും കറണ്ട് I2 ന്റെയും ആ ഒരു എക്സ്പ്രഷൻസ് കിട്ടി അല്ലേ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് കറണ്ട് ഡിവിഷൻ റൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് എന്താണ് പറയാനായിട്ട് സാധിക്കുന്നത്? പാരലൽ ബ്രാഞ്ചസിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസസ് ടു ദി സം ഓഫ് ഓൾ റെസിസ്റ്റൻസസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ സർക്യൂട്ട് കറണ്ട്. അതായത് ഒരു ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആ സർക്യൂട്ടിൽ കൂടിയുള്ള ടോട്ടൽ കറണ്ട് അത് ഇൻറ്റു ആ ഒരു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. അപ്പൊ ഒരു സീരിയസ്ലി കണക്റ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട് ആണ് നോർമലി വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ടോട്ടൽ സപ്ലൈ വോൾട്ടേജിനെ അത് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ സർക്യൂട്ട് എലമെന്റിൽ കൂടിയും പാസ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ഓരോ സർക്യൂട്ട് എലമെന്റിൽ കൂടിയും പാസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, അത് ഓരോ എലമെന്റിൽ കൂടിയും പാസ് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് അവിടെ ഡിവൈഡ് ആവുകയാണ്. ഫസ്റ്റ് റെസിസ്റ്റർ R1 കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് V1 ഉം റെസിസ്റ്റർ R2 കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് V2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കറന്റ് ത്രൂ രണ്ട് റെസിസ്റ്റൻസസും എന്താണ് ഈ കേസിൽ സെയിം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു I ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓംസ് ലോ അനുസരിച്ചിട്ട് V1 ഈക്വൽ ടു IR1 ഉം V2 ഈക്വൽ ടു IR2 ഉം കറന്റ് അക്രോസ് സർക്യൂട്ട് എല്ലാ എലമെന്റിലും കൂടിയും സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടോട്ടൽ കറന്റ് I ആക്കി എടുത്തിരിക്കുന്നത്. ഇനി R ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ആണെങ്കിൽ R ഈക്വൽ ടു R1 പ്ലസ് R2 നമുക്ക് എഴുതാം. സീരീസ് സർക്യൂട്ട് ആണ് അല്ലെ, അപ്പൊ R ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ് വരുന്നത്. അപ്പൊ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, V ഈക്വൽ ടു IR അല്ലെങ്കിൽ I ഇൻറ്റു R1 പ്ലസ് R2. പക്ഷേ I ഈക്വൽ ടു V1 ബൈ R1 അല്ലെങ്കിൽ ഈക്വൽ ടു V2 ബൈ R2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 2 ഉം 3 ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എഴുതാം, V ഈക്വൽ ടു V1 ബൈ R1 ഇൻറ്റു R1 പ്ലസ് R2 അല്ലെങ്കിൽ V1 ഈക്വൽ ടു VR1 ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. അത് വോൾട്ടേജ് V1 ആക്കിയിട്ട് അതിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് വരുന്നത്. സിമിലർലി V ഈക്വൽ ടു V2 ബൈ R2 ഇൻറ്റു R1 പ്ലസ് R2 അല്ലെങ്കിൽ V2 ന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം, VR2 ബൈ R1 പ്ലസ് R2 നമുക്ക് എഴുതാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും ആണ് വോൾട്ടേജ് ഡിവിഷൻ റൂളിന്റെ എക്സ്പ്രഷൻ വരുന്നത്. അതായത് വോൾട്ടേജ് അക്രോസ് a resistor in a series circuit എന്ന് പറയുന്നത് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് വാല്യൂ ഓഫ് ദാറ്റ് റെസിസ്റ്റർ. അതായത് ഏത് റെസിസ്റ്റർ കൂടിയുള്ള വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്ററിന്റെ വാല്യൂ ഇൻറ്റു ടോട്ടൽ സപ്ലൈ വോൾട്ടേജ്, ദാറ്റ് ഈസ് ഇവിടെ V ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സീരീസ് സർക്യൂട്ട്, അതാണ് R1 പ്ലസ് R2. അതായിരിക്കും വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ ഇൻ കേസ് ഓഫ് വോൾട്ടേജ് ഡിവിഷൻ റൂള് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കറന്റ് ആൻഡ് വോൾട്ടേജ് ഡിവിഷന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ പാരലൽ സർക്യൂട്ട് ആണ് കറന്റ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഓരോ ബ്രാഞ്ചിൽ കൂടിയുള്ള ടോട്ടൽ സർക്യൂട്ട് കറന്റ്, അതായത് പാരലൽ ബ്രാഞ്ചിൽ കൂടിയുള്ള ഒരു ടോട്ടൽ സർക്യൂട്ട് കറന്റിനെയാണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ആക്കുന്നത്. ഇനി സീരീസ് സർക്യൂട്ട് ആണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് അത് ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്, ടോട്ടൽ സപ്ലൈ വോൾട്ടേജിനെയാണ് ഡിഫറെന്റ് വോൾട്ടേജ് അക്രോസ് വേരിയസ് എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കറന്റ് ഡിവിഷൻ റൂൾ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, കറന്റ് ഇൻ എനി പാരലൽ ബ്രാഞ്ച് ഓഫ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ടു സം ഓഫ് ഓൾ റെസിസ്റ്റൻസസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ കറന്റ്. അതായത് കറന്റ് ഡിവിഷൻ റൂൾ അനുസരിച്ചിട്ട് ഒരു പാരലൽ ബ്രാഞ്ചിൽ കൂടിയുള്ള സർക്യൂട്ട് കറന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആ ഓപ്പോസിറ്റ് ബ്രാഞ്ച്, ആ സെയിം സർക്യൂട്ടിലെ ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ കറന്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റൻസ്. ഇതായിരിക്കും ആ ഒരു കറന്റ് ഡിവിഷൻ റൂൾ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ വരുന്നത്. ഇനി വോൾട്ടേജ് ഡിവിഷൻ റൂൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സീരീസ് സർക്യൂട്ടില് സീരീസ് കമ്പോണന്റ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു ആ സെയിം കമ്പോണന്റ്, അതായത് റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സീരീസ് സർക്യൂട്ട് ആയിരിക്കും അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ വോൾട്ടേജ് ആൻഡ് കറന്റ് ഡിവിഷൻ റൂള്. താങ്ക് യു.